യാത്രയാണ്. അതിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെ മുൻപോട്ട് പോവുക. സ്നേഹം എല്ലാം മാറ്റും. സങ്കടങ്ങൾക്ക് പകരം സന്തോഷം നൽകും. മനോഹരമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമാണ് കുടുംബം. സ്നേഹതീരം. കരിവോടെ കേൾക്കാനില്ലയോ മാറി ഇരുൾ മാറ്റുമീ പൊന്നിൻ നമ്മുടെ അന്തോണിച്ചെന്ന് പറഞ്ഞ കപ്പ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ കപ്പ പറിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് മോള് കാണില്ലേ കപ്പ തിന്നാൻ പൊടി കിട്ടുന്ന കപ്പ കട്ടപ്പോ മേടിക്കാൻ അച്ഛനായിരുന്നു. അതെന്തായാലും നന്നായി അമ്മച്ചി. കപ്പയുടെ കൂടെ കാന്താരി ചമ്മന്തി അരച്ചാൽ മതിയോ അമ്മച്ചി? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വെച്ച് ഞാനേ ഈ കവടിയൊക്കെ ഒരു മാറുന്നു എന്നാ ഒരു ചൂടായിപ്പോ. ഞാൻ അച്ഛൻ ചായ എടുക്കാം. കുഞ്ഞുമോൾമ്മ മോന്റെ പഠിത്തം കഴിഞ്ഞില്ലേ? മോന് സ്കൂളിൽ പോകണ്ടേ? എന്റെ അച്ചായോ ഇന്ന് ഞങ്ങൾക്ക് പഠിത്തമില്ലെന്നേ. സ്കൂളിൽ നിന്ന് വെച്ച് കഴിഞ്ഞ ടൂറുമല്ലേ. അച്ചാച്ചൻ മറന്നുപോയോ? എന്റെ കുഞ്ഞു മോനെ അച്ചാന് പ്രായമായി അന്ന് മറന്നു പോയിടാറുണ്ടാ. അല്ല അച്ചായോ, ഞാൻ പോയിട്ട് വരുമ്പോ അച്ചാന് വേണ്ടി എന്നാ കൊണ്ടുവരുന്നേ? എന്റെ കുഞ്ഞു മോന് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതും നീ വന്നേ. അച്ചാച്ചൻ പോയ വഴി 2 കടലമിട്ടായി മാത്രമേ അത് കുഞ്ഞുമോക്കും കൂടെ കൊടുക്കണം കേട്ടോ. അമ്മച്ചി നമ്മുടെ ജോയി മോന്റെ അതേ സ്വഭാവം. എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും കഴിക്കരുത്. ഞാൻ ആ കാര്യം ഓർത്തതേ ഉള്ളൂ. എന്റെ അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നു. അത് നമ്മുടെ മാർക്കീസ് പറയാൻ പോകുന്ന ദിവസമേ അത് മാർക്കീസ് തന്നെ. ഇനി അയാൾ ഇങ്ങോട്ട് വിളിക്കാനും പോകണം. അയാൾ ഇങ്ങോട്ട് വന്ന് അയാളുടെ വായിലിരിക്കുന്നത് സർവ്വതും കേട്ടിട്ട് വരും. എന്നാലും അങ്ങനെ എഴുതുള്ള ശേഷം ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല അച്ചായന്റെ ഇഷ്ടം. കൊണ്ട് സുഖമായിട്ടിരിക്കുന്നതാണ്. അല്ല നിന്നെ ഈ വഴി കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്നാ പറ്റിയുടെ മാർക്കീസെ കടയൊന്നും തുറക്കുന്നില്ലേ? കടയിൽ ഞങ്ങൾ സ്റ്റാഫ് വെച്ചല്ലേ. പിന്നെ തങ്കമ്മയുടെ അച്ഛൻ ഒരാഴ്ച ഹോസ്പിറ്റലില്ല. ഞങ്ങൾ ഇവിടെ അവിടെ ആയിരുന്നു. നിന്റെ മോള് അവള് ഞാനായില്ലേ? അവളെല്ലാ ദിവസവും ഫോൺ വിളിക്കാം. അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. പഠിത്തമൊന്നും കഴിഞ്ഞില്ല. ഈ ഒരു 6 മാസം കൊണ്ട് എല്ലാ ദിവസവും വിളിക്കാറുണ്ട് കേട്ടോ. ആകെ ഒരു പെങ്കൊച്ചുള്ളതിന് കാനഡയ്ക്ക് പറഞ്ഞു. അതുപോലെ ചേട്ടത്തി കൊച്ചിന്റെ കൂട്ടുകാരെല്ലാം വിദേശങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ആഗ്രഹം വിദേശത്ത് പഠിക്കണമെന്ന് കുഞ്ഞുങ്ങളെ ആഗ്രഹം നമ്മളല്ലേ നടത്തി കൊടുക്കുന്നുണ്ടായി. നോക്കിയില്ലേ നിന്നെ തമ്മേ ഒരാഴ്ചകളായല്ലോ കണ്ടിട്ട് പള്ളിയിലേക്ക്. എങ്ങനെ നോക്കിയടാ? പള്ളി മറ്റന്നാളൊന്നും വേണ്ടേ? ഈ കാര്യത്തിൽ നമ്മൾ വേണമല്ലേ. അച്ഛന്മാരുണ്ട്, അവര് പറയുന്നതെല്ലാം നമ്മളെ അനുസരിച്ചോളൂ. എന്റെ പാർട്ടി അനുസരിക്കും. അതെങ്ങനെ നിങ്ങളപ്പോ പറയണില്ല ഇതെല്ലാം കേട്ടാ അനുസരിക്കാൻ? കുറെ കഴിയുമ്പോ ഈ പള്ളി എല്ലാം അടച്ചു കൂട്ടും. എല്ലാം മദ്യശാലമായിട്ട് ആരും വിദൂരമല്ല. നമുക്ക് കാണാം ഒരു പള്ളി വിശ്വാസി. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. പച്ചാന്നല്ലേ പറഞ്ഞു? എന്റെ ജോയി മോനെ ഞാൻ അച്ചാനോട് പറഞ്ഞത് അയാളെ ഇങ്ങോട്ട് വിളിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. അങ്ങനെ സംഭവിച്ചു പോയ
കിട്ടിയോ എന്ന് ചോദിച്ചാൽ വിസ കിട്ടും. പക്ഷേ നാളെ വിസയുടെ ഓഫീസിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. വാതിലുകൾ ഒന്നും തന്നെ ഇല്ല. എന്റെ പ്രതീക്ഷയൊക്കെ ആകെ നഷ്ടപ്പെട്ട പോലായി. ഞാനൊന്നും മടുത്തു. വിഷമിക്കാതെ നമുക്ക് മാർക്കുണ്ടാക്കാം. മോനെ, ഇവിടുത്തെ അച്ചായന് കച്ചവടത്തിൽ ഒരു വലിയ നഷ്ടം വന്നു. അന്ന് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞിന് ഒരാവശ്യമുള്ള ഞങ്ങൾ മോനെ സഹായിക്കുന്നില്ല. നീ കാപ്പി ഒന്നിനും തികയില്ലെന്നറിയാം. എന്നാലും നിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. നീ ഇത് വിൽക്കുകയോ പണയം വെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എടാ, ഇത് വേണ്ടടാ. കാരണം എനിക്കറിയാൻ മേലെ നിന്റെ അവസ്ഥ. ഇവിടെ കടന്ന് ഓട്ടോ ഓടിച്ചിട്ട് ഏകപ്പാല കഷ്ടപ്പെടുന്നതും ഞാൻ കാണുന്നതല്ലേ. പോരാത്തതിന് നിനക്കുമില്ലടാ 2 മക്കൾ. ആ നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണാ ഞാനിത് വാങ്ങിക്കുന്നത്? അതൊന്നും സാരമില്ല, നടക്കും. മോനെ, ഇത് കുറച്ച് പൈസ, ഒരു 50,000 രൂപ. എനിക്കും ശോശമിക്കും പെൻഷൻ പൈസ വന്നത് തുച്ഛം വെച്ച് കൂട്ടിയാണ്. മാതൃത്തിന് താമസിക്കാൻ നല്ലൊരു വീടുണ്ടായി. കാരണം അതിനുവേണ്ടി സ്വരൂപിച്ച് കൂട്ടിയതാ. ജോമോക്ക് ഒരു ആലോചന വന്നപ്പോൾ താമസിക്കുന്ന 20 സെന്റ് സ്ഥലവും വീടും വിറ്റിട്ടാണെങ്കിലും അവരുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് നിർബന്ധം പിടിച്ചതാ എന്റെ ഈ ജോലി മോനും ഷൈനിമോളും. അങ്ങനെയാണ് ഈ വാടക വീട്ടിൽ വന്ന് ഞങ്ങൾ താമസിക്കേണ്ടി വന്നത്. ഞങ്ങളുടെ മകള് സുഖമായിട്ട് ജീവിക്കുന്നത് കാണുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമല്ല. ഇതോടെ മക്കളുടെ കയ്യിൽ അതിനുള്ള കാശുണ്ട്. അത് തന്നെയല്ല, ഇതൊരു വലിയ വീടല്ലേ. നമുക്കൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് പണി. എന്താ അതുപോലെ? അയ്യോ കുഞ്ഞുമോളെ, ഇത് വേണ്ട. ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എങ്ങനെയാണ് ഞാൻ ഈ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്? സാരമില്ല, അവളവിടെ സന്തോഷം കൊണ്ട് തരുന്നതല്ലേ. നിനക്ക് കാശൊന്നും തികയാതെ വന്നാലോ. നീ പോയി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പോകും. ചായ അമ്മച്ചി, നിങ്ങളോടൊക്കെ എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ജോയിമോനെ, മോട്ടാ പോയി വരാം. മോനെ, നിനക്ക് നല്ല രീതിയിൽ അവൻ നല്ലവനാ അല്ലേ? ആ കൊച്ചിനൊക്കെ നല്ല ജോലി കിട്ടിയാൽ മതിയായിരുന്നു. എന്താ പറ്റിയടാ? എന്നാ സംഭവിച്ചത്? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? അച്ഛൻ ചെയ്ത ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മാത്യൂസ് എന്നാ പറയുന്നത്? മാത്യൂച്ചേട്ടൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അച്ഛനെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുറത്തു നിൽക്കുക. മാത്യൂസിന് വിഷമൊന്നും മാറിയില്ലേ? ജോയിമാരെ കയറി വരാൻ പറയും. ചേട്ടാ കയറി വാ, നീ അച്ഛൻ വിളിക്കുന്നു.
വിഷമമൊന്നും മാറിയില്ലേ? അച്ഛനെ പറ്റി ഇടവക്കാരെ പറ്റി വളരെ മോശമായി സംസാരിച്ചു. കാനഡയിൽ വെച്ചിട്ട് കുഞ്ഞിരുന്ന എനിക്ക് ജോലി പോലില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ കെട്ടിയോടും കൂടെ ആത്മഹത്യ ചെയ്തു. മാത്യു, ഈശോയ്ക്ക് ഈശോയുടെ വാക്കുകൾ പറയരുത്. ക്രിസ്ത്യ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ മാത്യു? ഞാനിപ്പോഴും ഓർക്കുന്നു, 6 മാസങ്ങൾക്ക് മുമ്പ് പള്ളി കമ്മിറ്റി ഉണ്ടായ ചെറിയ തർക്കത്തെ തുടർന്നാണ് മാത്യു കുടുംബം പള്ളി വരാതിരുന്നത്. ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ തർക്കത്തിൽ എനിക്ക് മാത്യുവോട് മിണ്ടരുത് എന്ന് പറയാൻ തോന്നിയത്. മാത്യു വരെ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കതിന് കഴിയില്ല അച്ഛാ. പിന്നെ മാത്യുവിന്റെ മദ്യസേവയെ കുറിച്ച് ഞാൻ കേൾക്കാറുണ്ട്. അത് നമുക്ക് വേണ്ട മാത്യു. പാവപ്പെട്ടവനെ പട്ടിണിക്കാരാക്കുന്നവൻ കിടത്തിക്കാൻ അനുവദിക്കുകയും സമ്പന്നനെ വേഗം പിച്ചക്കാരാക്കുവാനും അതിനുള്ള കഴിവ് വേറെ തന്നെ. അത് പിന്നെ അച്ഛാ, കട അടച്ചിട്ട് ഇറങ്ങുമ്പോ കുറെ കൂട്ടുകാർ വരും. അവരോട് കമ്പനി കൂടി അങ്ങനെ തുടങ്ങിയതാ. ഞാൻ നിർത്തി അച്ഛാ, നിർത്തി. ശരിയാ സാർ, ബാധിച്ചാണ് ഇപ്പൊ പിടിക്കാറുണ്ട്. വൈകുന്നേരം കടയടച്ച് കഴിയുമ്പോ കൂട്ടുകാർ വരുന്ന നോക്കിയിരിപ്പോ കാത്തും കാതുങ്ങിയാണ് ഇപ്പൊ. മാത്യു, മോളുടെ കാര്യം പുറത്ത് നീ വിഷമിക്കണ്ട. എല്ലാം ഞാൻ ശരിയാക്കി കൊടുത്തോളൂ. തുടർന്നുള്ള പഠനവും ചെറിയ ജോലിയും എല്ലാം ശരിയാക്കി കൊടുത്തോളൂ. നാം പ്രതിസന്ധിയിൽ അതിജീവിച്ച് വളർന്നു വന്നവരല്ലേ. കാർഷിക വൃത്തിയിലും വിദേശ രാജ്യ തൊഴിലിലും നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് വിജയം നേടിയതാണ്. അതുകൊണ്ട് നമുക്ക് സമയോട് ചേർന്ന് നിൽക്കാം. ഈ ഇടപെടി മാത്തുവിന്റെയും കൂടിയാണ്. അതുകൊണ്ട് നല്ല മുസാൻ നടത്തി കുർബാന സ്വീകരിച്ച് തങ്കമ്മയും മാത്തിയും ഈ ഇടപെടി ചേർന്ന് നിൽക്കണം. തീർച്ചയായും അച്ഛാ, ഞങ്ങൾ പൊക്കോട്ടെ. വൈകുന്നേരം ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. ശരി ദൈവമേ, ദൈവം അംഗീകരിക്കട്ടെ. എന്നാ വിഷയം? നീ നോക്കണം പോയി. പോണം, ഞാൻ അങ്ങനെ നടക്കാറില്ല. ഇന്നാ ഷർട്ട്. ദേ, അമ്മച്ചിയുടെ മരണം തീരാറായി കേട്ടോ. പിന്നെ വരുമ്പോ കയ്യിൽ കാശുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിയും പഞ്ചസാര വാങ്ങിച്ചു. 2 മാസമായി വാടക കൊടുത്തിട്ട്. കുഴപ്പമില്ല, ഞാനത് ചെയ്തോളാം. പിന്നെ നീ അറിയില്ലേ നമ്മുടെ വർഗീസ് കുട്ടി ഇന്ന് ദുബായിക്ക് പോകാണ്ട്? അവൻ വന്നിട്ട് ഒരാഴ്ചയില്ലായിരുന്നു. 5 വർഷം. 5 വർഷം എത്ര വേഗം കടന്നു പോകുന്നല്ലേ. അവനിവിടെ വരികയും ചെയ്തു. ദുബായിൽ കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാവർക്കും കൊടുത്തു. നീ അറിയില്ലേ? നിനക്ക് വിഷമമൊന്നുമില്ലടാ. നിന്നെ മാത്രമേ വന്ന് കാണാതെ. നീ കാരണമല്ല അവൻ രക്ഷപ്പെട്ടത്. നീ സഹായിച്ചേക്കാളും കൂടുതൽ മാറി അവനെ സഹായിക്കുന്നുണ്ട്. നീ നിന്റെ കുടുംബമില്ലാതെ അവർക്ക് എന്ത് ചെയ്യുന്നത്? അവൻ രക്ഷപ്പെട്ടെങ്കിൽ അത് അവന്റെ മാത്രം കഴിവുകൊണ്ടാണ്. നീ ഒരു പാവപ്പെട്ടവൻ, ഒരു ഓട്ടോ ഓടിച്ചല്ലേ ജീവിക്കുന്നത്. എന്തെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിന്നെ മേടിച്ച സ്വർണ്ണമാണൊക്കെ അവനെ തിരിച്ചറിഞ്ഞല്ലേ. ഇല്ല, നിന്റെ മോടെ കുഞ്ഞി കമ്പനി കൊണ്ട് മേടിച്ചിട്ടുള്ളത്. അവൻ ആ സ്ഥലം എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. അവൻ രക്ഷപ്പെട്ടെങ്കിൽ അത് അവന്റെ മാത്രം കഴിവുകൊണ്ടാണ്. അല്ല, നിനക്ക് വേറെ വഴിയൊന്നുമില്ല. ഒന്ന് പോയടാ. അതെ, എനിക്ക് ഓട്ടോ ഓടാൻ പോകണതാ. പോയിട്ടെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാ. വിശേഷമൊക്കെ അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഇവന്റെ പരിപാടിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പിണങ്ങില്ല എന്നും.
പിന്നെ നമ്മൾ തമ്മിൽ ശത്രുതയൊക്കെ ആവുമെന്നാണ് ഇവൻ പറഞ്ഞത്. ഇവരോട് ഞാൻ പറഞ്ഞു, ശൈനി എന്നാ അവിടെ വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അച്ചാച്ചനും അമ്മച്ചിയും പിള്ളേരൊക്കെ എന്ത് ചെയ്യും? പിള്ളേരെ കളിക്കാൻ പോയി. അച്ഛനെ ഒന്നിച്ച് അകത്തോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാം. ഇവനെ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായോ. നിന്നെ ഒന്ന് കാണാൻ ഇങ്ങോട്ട് ഇറങ്ങാനും എനിക്ക് പറ്റിയില്ല. നീ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ടൗണ് വരെ ഒന്ന് പോകണം. നീ അറിഞ്ഞില്ലേ ഇവൻ ദുബായിൽ തെറ്റെല്ലാം സാധനം ആമാർക്ക് കൊടുത്തത്? അതുപോലെ എനിക്ക് കിട്ടടാ ഒരു സന്തോഷം. ആണോ? അതെന്താ നിനക്കറിയണ്ടേ? നീ എപ്പോഴും വന്ന് എന്നോട് പറയട്ടു വീടിന്റെ വാടക ചോദിച്ചു. എന്നോട് ചോദിക്കാം, ഞാൻ തരത്തില്ല. ശല്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അവിടെ ചോദിക്കാനാ. പക്ഷേ എല്ലാം ഞാൻ തിരിച്ചു തരുന്നില്ലേ? ആ എന്നതായാലും ശരി, ഇനി എന്നോട് ചോദിക്കാൻ ഞാൻ തരത്തില്ല. എവിടെ പൊട്ടാൻ എഴുതുന്ന മനസ്സിലായില്ലേ? ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഈ വീടുണ്ട്, ഇവർ വിലക്കി വരും നിനക്ക് വേണ്ടി. അതേടാ, വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് നിനക്കും മക്കൾക്കും ഈ നാട്ടിൽ നിങ്ങൾ സ്വപ്നം കണ്ട പോലെ ഒരു വീട് ഞാൻ വിലക്ക് വാങ്ങിച്ചു. അത് നിങ്ങൾ താമസിച്ച ഈ വാടകയ്ക്ക് താമസിച്ച വീട് തന്നെ ആയിപ്പോലെന്ന് ഞാനും ഒന്ന് പിടിവാശി പിടിച്ചു. നമ്മൾ തമ്മില് കഷ്ടപ്പാടിന്റെയും കടപ്പാടിന്റെയും കണക്കൊന്നും വേണ്ടല്ലോ. നിങ്ങളെ കൂട്ടുകാരായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇനി എനിക്ക് ഒരു കളവും കൂടി ബാക്കിയുണ്ട്. കുഞ്ഞുമോളെ ഇന്ന് വാടി. എനിക്ക് അവസാനം ഗൾഫിൽ പോകുവാൻ വേണ്ടി കാതിൽ കിടന്ന കമ്മൽ കുരുത്തെന്നാണ് അവളെന്നെ വിട്ടത്. ഇത് തിരിച്ചു കൊടുക്കാതെ എനിക്കൊരു രാത്രി പോലും കിടന്നുറങ്ങാൻ സാധിച്ചിട്ടില്ല. മക്കളെ, ഈ കൂട്ടായ്മയും സ്നേഹവും എന്നും നിങ്ങളിൽ നിലനിൽക്കണം.